നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് ചെറിയ പെരുന്നാൾ. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അനധികൃത നിർമ്മാണം നടത്തുന്നത് വില്ലേജിന്റെയും പഞ്ചായത്തിന്റെയും നിർത്തിവെക്കൽ ഉത്തരവ് മറികടന്ന്. വിലയിടിവിൽ നട്ടം തിരിഞ്ഞ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. നിലവിൽ 20-നും താഴെയാണ് പലയിടങ്ങളിലും ഏത്തയ്ക്കയ്ക്ക് ലഭിക്കുന്ന വിപണി വില. വിശദമായ വാർത്തകളിലേക്ക്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് ചെറിയ പെരുന്നാൾ. റംസാൻ 29 പൂർത്തിയാക്കി വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. രാജാക്കാട് മമ്മട്ടിക്കാനം മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ ഇമാം മൻസൂർ ബാഖവി, ഇമാം നിസാർ ബാദ്രി എന്നിവർ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി നീണ്ടുനിന്ന റമദാൻ മാസത്തിലെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ട് രാജാക്കാട് മമ്മട്ടിക്കാനം മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഇമാം മൻസൂർ ബാഖവി, ഇമാം നിസാർ ബാദ്രി എന്നിവർ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടെ നിർത്തലിന്റെയും ഓർമ്മകൾ പങ്കുവെച്ചാണ് പെരുന്നാൾ ആഘോഷിച്ചത്. റമദാന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാജാക്കാട് ഇഫ്താർ സംഗമവും നടത്തി. ഇവർക്കും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഒരു മാസത്തോളം നീണ്ടുനിന്ന ത്യാഗോജ്ജലമായ ദിനരാത്രങ്ങളെ കൊണ്ട് നേടിയെടുത്ത ആത്മീയപരമായ ഉന്നമനം അത് ജീവിതത്തിൽ എന്നെന്നും നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് വിശുദ്ധമായ റംസാൻ, വിശുദ്ധമായ ഈദുൽ ഫിത്തർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ നേടിയെടുത്ത ഉന്നതമായ പാഠങ്ങൾ നമുക്ക് പറഞ്ഞതുപോലെ ഈദുൽ ഫിത്തറിന്റെ മഹത്വം, സുദക്കയുടെ മഹത്വം, അതുപോലെ ദാനധർമ്മങ്ങൾ, അതുപോലെ സ്നേഹത്തിന്റെ 1000 സൗഹാർദ്ദങ്ങളുടെ നല്ല പാഠങ്ങളാണ് വിശുദ്ധമായ ഓരോ ഈദുൽ ഫിത്തറും നമ്മോട് സംസാരിക്കുന്നത്, നമുക്ക് സമ്മാനിക്കുന്നത്. വിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത എല്ലാ ആത്മീയമായ ഉന്നതിയും എന്നുമെന്നും ജീവിതത്തിൽ തുടർത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈദുൽ ഫിത്തറിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ കോട്ടക്കുടിയിൽ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പാറേക്കാട്ടിൽ, സെക്രട്ടറി ജബ്ബാർ പുത്തൻവീട്ടിൽ, ജോയിന്റ് സെക്രട്ടറി മുജീബ് ഇടശ്ശേരിക്കുടിയിൽ, ട്രഷറർ നസീർ തണ്ടക്കാലയിൽ, കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് തണ്ടക്കാലായിൽ, പരീത് പാറക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. നമസ്കാരത്തിന് ശേഷം മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. നിരവധി മുഹമ്മദീയർ നമസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റിവിഷൻ രാജാക്കാട്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അനധികൃത നിർമ്മാണം നടത്തുന്നത് വില്ലേജിന്റെയും പഞ്ചായത്തിന്റെയും നിർത്തിവെക്കൽ ഉത്തരവ് മറികടന്ന്. പെരിയക്കനാൽ വേണാട്ടിലാണ് ഒലിവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി റിസോർട്ടിനായി വൻ കെട്ടിടം കെട്ടിയുയർത്തുന്നത്. അനധികൃത നിർമ്മാണത്തിനൊപ്പം PWD റോഡും കയ്യേറിയിട്ടുണ്ട്. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ വില്ലേജ് പഞ്ചായത്ത് അധികൃതർക്ക് പരാതിയും നൽകി. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് പോലും റവന്യൂ വകുപ്പിന്റെ അനുമതി കിട്ടാത്ത നാട്ടിലാണ് ഇത്തരം വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുവിധ അനുമതിയുമില്ലാതെ തകൃതിയായി നടക്കുന്നത്. ചിന്നക്കനാൽ വില്ലേജിലെ വേണാട്ടിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതിയില്ല എന്ന് കണ്ടെത്തി വില്ലേജ് അധികൃതർ നേരിട്ടെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകി. എന്നാൽ ഇതും അവഗണിച്ച് നിർമ്മാണം തുടരുന്നു. ഒലിവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയാണ് പഞ്ചായത്തിന്റെയോ വില്ലേജിന്റെയോ ഒരുവിധ അനുമതിയുമില്ലാതെ ബഹുനില കെട്ടിടം കെട്ടി ഉയർത്തുന്നത്. റവന്യൂ വകുപ്പിന്റെ നിർത്തിവെക്കൽ ഉത്തരവ് ലംഘിച്ച നിർമ്മാണ പ്രവർത്തനം തുടരുക മാത്രമല്ല, സമീപത്ത് കൂടി കടന്നുപോകുന്ന PWD റോഡിന്റെ ഒരു വശം കയ്യേറിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു.
നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചും തുടരുന്ന നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ തന്നെ പരാതിയുമായി രംഗത്തെത്തി. ഇവിടെ ഒരു പാവപ്പെട്ടവർ ഒരു 5 സെന്റ് ഒരു വീട് വെക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പട്ടയം വേണം, അത് വേണം, ഇത് വേണം, ബിൽഡിംഗ് ആർഡർ വേണം, അങ്ങനെ പറയുന്നുണ്ട്. ഇവർക്ക് ആരാ ഇങ്ങനെ അനുമതി കൊടുത്തത്? ഇത്ര വലിയ മാളിക കിട്ടുന്നവർക്ക്. ഞങ്ങളിവിടെ 100 വർഷം ഇവിടെ ജനിച്ച് വളർന്നാളാണ്. ഇതെല്ലാം നമ്മളെ സ്വന്തക്കാരെല്ലാവരും. ഞങ്ങളിവിടെ ജീവിക്കുന്നവർക്ക് ഇവിടെ സ്ഥലമില്ല, പെർമിറ്റ് ഇല്ല. ഇവർ എവിടെയോ പറഞ്ഞ് അത്തുമീറി ഇങ്ങനെ കെട്ടുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിലും ഒരു ആർഡറോ എന്തും മേടിക്കാതെ ഞങ്ങൾ വില്ലേജിൽ പറഞ്ഞായിരുന്നു. വില്ലേജ് സാറിട്ട് പറഞ്ഞപ്പോൾ വില്ലേജിൽ ഞങ്ങൾ സ്റ്റാഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും പണി വന്നു. അനധികൃത നിർമ്മാണം നടത്തുന്നു എന്നത് മാത്രമല്ല, കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് മുൻവശത്തായാണ്. ഇതിൽ നിന്നുള്ള മലിനജലം പുറത്തേക്ക് ഒഴുകുന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ഈ ബിൽഡിംഗ് കെട്ടുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇതെന്താ കെട്ടുന്നുണ്ട്, ഈ വെള്ളത്തിന് ടാങ്കാണ് പറഞ്ഞു പുള്ളി. പിന്നെ അത് സെപ്റ്റിക് ടാങ്കാ മാറി. പിന്നെ അടുത്ത് കൊണ്ട് ജനറേറ്റർ മുകളിലുള്ള ജനറേറ്റർ കൊണ്ട് ഇവിടെ വെച്ചു. ഇതെന്നാ ചോദിച്ചപ്പോൾ ഇത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഇപ്പോൾ കറണ്ട് പോയപ്പോൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ ജനറേറ്റർ ഓടുക. ഭയങ്കര സൗണ്ടാണ്, ഇരിക്കാൻ വയ്യ. ഇപ്പോൾ പഞ്ചായത്തിലുള്ള അന്ന് മീറി ഈ കെട്ടാൻ കെട്ടുക. ഞങ്ങൾ ഈ ഇവിടുത്തെ സർവേ എല്ലാം ഡിജിറ്റൽ സർവേ ആക്കുന്നപ്പോൾ ഞങ്ങളതെല്ലാം കൂടെ നിന്ന് അളന്നത്. ആ സർവേർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തതാണ്. ഞങ്ങൾ ഈ റിപ്പൺ വെച്ച് കെട്ടിയ ആ പാടുണ്ട്, ആ റിപ്പണല്ലേ, അതന്നെ അവിടെ അതിൽ ഇവർ റോട്ടിൽ ഇറക്കി ബിൽഡിംഗ് കെട്ടിയിട്ട് അവിടെ ഡമ്മി ഫുള്ളറാണ്, അടുത്ത ഫുള്ളർ മേളിൽ വരും പറഞ്ഞു ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്. അതേസമയം നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയപ്പോൾ നിർത്തിവെക്കൽ ഉത്തരവ് നൽകിയ റവന്യൂ വകുപ്പും തടിയൂരിയെന്നാണ് ആരോപണം. ഉന്നതരുടെ ഇടപെടലും പണത്തിന്റെ സ്വാധീനവും ഉപയോഗിച്ചാണ് നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി അനധികൃത നിർമ്മാണം ഇപ്പോഴും തുടരുന്നതെന്നാണ് നാട്ടുകാരുടെ അടക്കം ആരോപണം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. വിലയിടിവിൽ നട്ടം തിരിഞ്ഞ് ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. നിലവിൽ 20-നും താഴെയാണ് പലയിടങ്ങളിലും ഏത്തയ്ക്കായ്ക്ക് ലഭിക്കുന്ന വിപണി വില. പോയ വർഷം ഈ സമയം 30-ന് മുകളിൽ ഏത്തയ്ക്കായ്ക്ക് വിലയുണ്ടായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. 50-ന് മുകളിൽ വില ലഭിക്കാതെ ഏത്തവാഴ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഏത്തവാഴ കർഷകർ പറയുന്നു. ഹൈറേഞ്ചിലെ വലിയൊരു വിഭാഗം കർഷകരുടെ വരുമാന മാർഗങ്ങളിലൊന്നാണ് ഏത്തവാഴ കൃഷി. എന്നാൽ വിലയിടിവ് മൂലം ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. നിലവിൽ 20-നും താഴെയാണ് പലയിടങ്ങളിലും ഏത്തക്കായ്ക്ക് ലഭിക്കുന്ന വിപണി വില. പോയ വർഷം ഈ മാസം 30-ന് മുകളിൽ ഏത്തക്കായ്ക്ക് വിലയുണ്ടായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. 50-ന് മുകളിൽ ഏത്തക്കായ്ക്ക് വിലയുയർന്ന കാലവുമുണ്ട്. പരിപാലന ചിലവാണ് വാഴ കർഷകരെ വലയ്ക്കുന്നത്. വിത്ത്, വളം, പരിപാലനത്തിനായുള്ള പണിക്കൂലി തുടങ്ങി ചിലവൊക്കെ കൂട്ടിയാൽ 50-ന് മുകളിൽ എത്തിയെങ്കിലും വില ലഭിക്കാതെ ഏത്തവാഴ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഏത്തവാഴ കർഷകർ പറയുന്നു. ഇപ്പോഴത്തെ രീതിക്ക് 18 രൂപ പച്ചക്കപ്പയുടെ വില പോലുമില്ല. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ വാഴ കൃഷി നഷ്ടത്തിലേക്കാണ് പോകുന്നത്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വളത്തിൻ്റെ ഒരു കുറവ് വിലയിൽ കുറച്ച് തരുവാണെങ്കിൽ കർഷകർ നിർത്തി പോകും. ഇപ്പോഴത്തെ രീതിക്ക് പണിക്കൂലിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നഷ്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ സർക്കാർ എന്തെങ്കിലും ഇതിനൊരു സബ്സിഡിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തരുവാണെങ്കിൽ കൃഷി മുന്നോട്ട് പോകും. അല്ലാണ്ട് ഇത് മുന്നോട്ട് കൊണ്ടാൻ ഒരു കർഷകനെ സംബന്ധിച്ച് നടക്കില്ല. പാട്ടക്കാശും കാര്യങ്ങളൊക്കെ ഒരു വരുമ്പോഴത്തേക്കും നമുക്ക് മുതലാവില്ല. ആ രീതിക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു 3-4 കൊല്ലമായിട്ട് ഇപ്പോൾ ഇതാണ് പരിപാടി. അതിൽ നിന്ന് കരകയറാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പലിശ പറഞ്ഞൊരു ലോണോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തരുവാണെങ്കിൽ കർഷകൻ പിടിക്കുന്നു. അല്ലോ കഴിഞ്ഞ വർഷം മലയാളം കഴിഞ്ഞ വർഷം 30 രൂപ കൂലി കിട്ടിയില്ലല്ലോ. സീസൺ വെട്ടിന് 30 രൂപ 28 രൂപ ആ രീതിക്കാണ്. ഇപ്പോൾ നമ്മൾ ഒരു വിപണി കൊണ്ടുപോയി വെട്ടി കൊടുക്കാൻ നമ്മളോട് സാധിക്കില്ലല്ലോ. അപ്പോൾ കച്ചവടക്കാരെ വരുമ്പോൾ അവർ ആ വിലയ്ക്ക് എടുക്കുള്ളൂ. ഭൂമി പാട്ടത്തിനെടുത്താണ് പല കർഷകരും ഏത്തവാഴ കൃഷി നടത്തുന്നത്. കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതോടെ കർഷകർ കടക്കണിയിൽ അമരുന്നു. വളത്തിനടക്കം വലിയ തോതിൽ വില ഉയർന്നിട്ടുള്ള സാഹചര്യവുമുണ്ട്. നഷ്ടം താങ്ങാനാകാതെ പല കർഷകരും ഏത്തവാഴ കൃഷി ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഈ മേഖലയിൽ ശേഷിക്കുന്ന കർഷകരെ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെയും കൃഷിവകുപ്പിന്റെയും ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യവും ഏത്തവാഴ കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. എഴുകുംവയൽ കുരിശുമല ചവിട്ടിയത് 1/4 ലക്ഷത്തിലധികം വിശ്വാസികൾ. കട്ടപ്പന കിഴക്കൻ കാൽവരി എന്നറിയപ്പെടുന്ന ഇടുക്കി രൂപത കുരിശുമല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പിലെ 5-ാമത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് 1/4 ലക്ഷത്തിലധികം വിശ്വാസികൾ മല കയറാൻ എത്തി. ഇന്നലെ അർദ്ധരാത്രി മുതൽ വിശ്വാസികൾ കുരിശുമലയിൽ എത്തിക്കൊണ്ടിരുന്നു. വിശ്വാസികളുടെ മലകയറ്റം വൈകിയും തുടർന്നു വരികയാണ്.
കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെറുവാഹനങ്ങളിലും ടൂറിസ്റ്റ് ബസ്സുകളിലും നൂറുകണക്കിന് വിശ്വാസികളാണ് ഇന്നെത്തിയത്. രാവിലെ മലയടിവാരത്തിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിച്ച് കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിക്കും മറ്റ് തിരുകർമ്മങ്ങൾക്കും ഇടുക്കി രൂപത വികാരി ജനറൽ ഡോക്ടർ ഫാദർ ജോസഫ് കരിവേലിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുഴുവൻ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞിയും മരമുകളിൽ സജ്ജമാക്കിയിരുന്നു. വൈകുന്നേരം 5:45 സെന്റ് തോമസ് നഗറിൽ നിന്നും കുരിശുമലയിലേക്കുള്ള പീഠാനുഭവ യാത്ര ആരംഭിച്ചു. തുടർന്ന് 7 മണിക്ക് കുരിശുമല ദേവാലയത്തിൽ ദിവ്യബലിയും നടക്കുന്നതാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഇടുക്കി രൂപത മെത്രാൻ അഭിവന്ദ്യ നെല്ലിക്കുന്ന് പിതാവിന്റെ നേതൃത്വത്തിൽ രൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾ കുരിശുമല ചവിട്ടി. അടുത്ത വെള്ളിയാഴ്ച 40-ാം വെള്ളി ഇടുക്കി രൂപത മെത്രാൻ നയിക്കുന്ന കാൽനട കുരിശുമല തീർത്ഥാടനം ചെറുതോണിയിൽ നിന്നും ആരംഭിക്കും. നെടുങ്കണ്ടത്ത് നിന്നും രാജാക്കാട്ട് നിന്നും തോപ്രാംകുടിയിൽ നിന്നും വെവ്വേറെ കാൽനട തീർത്ഥാടക സംഘങ്ങൾ കുരിശുമലയിലേക്ക് എത്തും. ദുഃഖവെള്ളിയാഴ്ച കട്ടപ്പനയിൽ നിന്നും രാവിലെ 5 മണി മുതലും നെടുങ്കണ്ടത്ത് നിന്നും രാവിലെ 7 മണി മുതലും KSRTC പ്രൈവറ്റ് ബസ്സുകളും കുരിശുമലയിലേക്ക് സർവീസ് നടത്തുന്നതാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവം ഈ മാസം 22-ന് സമാപിക്കും. ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടക്കുന്നത്. ഇടുക്കി ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ശ്രീ മഹാദേവി ക്ഷേത്രം. മഹാദേവി ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ള മീനഭരണി മഹോത്സവത്തിന് ഈ വർഷവും തുടക്കം കുറിച്ചിരിക്കുകയാണ്. മനയത്താറ്റ് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഇന്ന് കൊടിയേറിയതോടെയാണ് മീനഭരണി മഹോത്സവത്തിന് തുടക്കമായത്. ക്ഷേത്രം മേൽശാന്തി TS സതീഷ്, ക്ഷേത്രം ശാന്തി സബിൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടന്നുവരുന്നത്. ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന കലശാഭിഷേകം, വിശേഷാൽ ദീപാരാധന, മഹാപ്രസാദകൂട്ട്, അതുപോലെ തന്നെ മഹോത്സവ ദിനത്തോടനുബന്ധിച്ച് മീനഭരണി ദിനമായ ഞായറാഴ്ച 21-ാം തീയതി, 22-ാം തീയതി സേനാപതി ഇല്ലിപ്പാലം ചപ്പാത്തങ്ങളിൽ നിന്നും വർണ്ണശബളമായ താലപ്പൊലി രഥഘോഷയാത്ര നടത്തപ്പെടുകയാണ്. ഉത്സവത്തിന്റെ ഭാഗമായി നിർമാല്യ ദർശനം, മഹാഗണപതി ഹോമം, കലശാഭിഷേകം, മഹാപ്രസാദമൂട്ട് തുടങ്ങിയ പൂജാകർമ്മങ്ങൾ നടക്കും.
സമാപന ദിനമായ 22-ാം തീയതി മാവിളക്കുകളുടെയും ശിവപാർവതി നൃത്തരൂപങ്ങളുടെയും അകമ്പടിയോടെ ഇല്ലിപ്പാലത്തു നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് താലപ്പൊലി രഥഘോഷയാത്രയും നടത്തും. ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ 3 ദിവസമായി നടന്നുവരുന്ന മഹോത്സവത്തിന് കൊടിയിറങ്ങും. പ്രസിഡന്റ് ബിജു മുണ്ടോടത്തിൽ, വൈസ് പ്രസിഡന്റ് MK വിജയൻ, സെക്രട്ടറി VR സജി, ജോയിന്റ് സെക്രട്ടറി ബിജു വടക്കുംപാണാൻ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ CV സജിത്, കൺവീനർ CA അനീഷ്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ മഹോത്സവത്തിന് നേതൃത്വം നൽകും. സിറ്റി വിഷൻ, സേനാപതി. പൈനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച വിവിധ മതചടങ്ങുകളോടും സാംസ്കാരിക പരിപാടികളോടും കൂടി ഭക്തിസാന്ദ്രമായി നടക്കും. തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം ഇല്ലത്ത് ചെറിയ നീലകണ്ഠൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ പെരിയമ്മന നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി ശ്രീ SM സുമേഷും മുഖ്യ കാർമ്മികരാകും. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്തെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന അതിപുരാതന ക്ഷേത്രമായ പൈനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ദക്ഷിണേന്ത്യയിലെ മലനിരകൾ വഴി സഞ്ചരിച്ചിരുന്ന സമയത്ത് ഇന്നത്തെ പൈനാവിന്റെ മലമുകൾ വിശ്രമത്തിനും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തുവെന്ന ഐതിഹ്യം പ്രദേശത്ത് നിലനിൽക്കുന്നു. ദിവ്യശക്തിയാൽ സമ്പന്നമായിരുന്ന ഈ പ്രദേശം അവർക്ക് ആത്മീയ പ്രാധാന്യമുള്ള സ്ഥാനമായി അനുഭവപ്പെട്ടതായും പറയപ്പെടുന്നു. ഈ മലമുകളിൽ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ പാണ്ഡവർ മഹാവിഷ്ണുവിനെ ആരാധിച്ചുവെന്നും അതോടെയാണ് ഈ പ്രദേശം ഒരു വിശുദ്ധ കേന്ദ്രമായി മാറിയതെന്നും വിശ്വാസമുണ്ട്. ഈ ഐതിഹ്യ പാരമ്പര്യം തന്നെ പൈനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രാചീനതയും ആത്മീയ മഹത്വവും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ഘടകമായി ഇന്നും കണക്കാക്കപ്പെടുന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ശനിയാഴ്ച രാവിലെ 5:30 പള്ളിയുണർത്തലോടെ തുടക്കം കുറിക്കും. തുടർന്ന് നിർമാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, പന്തിരടി പൂജ, കലശപൂജ, കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. വൈകിട്ട് 5:30 ഉത്സവ എഴുന്നള്ളത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര, ചുറ്റുവിളക്ക്, നിറമാല, വിശേഷാൽ ദീപാരാധന, അത്താഴപൂജ എന്നിവ നടക്കും. പൈനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം മാർച്ച് 21 ശനിയാഴ്ച പൂർവാധികം ഭംഗിയോടെ കൊണ്ടാടുകയാണ്. ക്ഷേത്രം തന്ത്രി നരമംഗലത്തില്ലത്തെ ചെറിയ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, സഹതന്ത്രി പെരിയമന നാരായണൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച് കലശം, കലശപൂജ, അന്നദാനം, വൈകുന്നേരം ദീപാലങ്കൃത ഘോഷയാത്ര. വൈകിട്ട് 6 മണിക്ക് കൈകൊട്ടിക്കളി ഉൾപ്പെടെയുള്ള കലാവിരുന്നുകളും രാത്രി 8 മണിക്ക് സിനിമാ സീരിയൽ താരം പുന്നപ്ര മനോജ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യവിരുന്നും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് MD അർജുനൻ, വൈസ് പ്രസിഡന്റ് B ബിനു, സെക്രട്ടറി C രാജു പൈനാവ്, ട്രഷറർ TA ജ്യോതിഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ R മനോജ്, TK ബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. സിറ്റി വിഷൻ, ഇടുക്കി. വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം വെള്ളിയാഴ്ച ആരംഭിക്കും. ഹൈറേഞ്ചിലെ അതിപുരാതനമായ ആദിവാസി ക്ഷേത്രമായ ഈ ക്ഷേത്രത്തിന്റെ മീനഭരണി മഹോത്സവം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒന്നാണ്. ഹൈറേഞ്ചിലെ പുരാതന ദേവീക്ഷേത്രങ്ങളിലൊന്നായ വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തിന് ഇന്ന് തുടക്കമായി. ശിലായുഗ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളായ മുനിയറകൾ ഉൾപ്പെടെ ചരിത്ര പൈതൃക സമ്പന്നമായ ഈ ക്ഷേത്രം ആദിമകാലത്ത് ആദിവാസി സമൂഹങ്ങൾ പൂജ നടത്തിയിരുന്ന വിശുദ്ധ സ്ഥാനമായിരുന്നു. പ്രകൃതിക്ഷോഭങ്ങളെ തുടർന്ന് ഏറെക്കാലം മണ്ണിനടിയിൽ മറഞ്ഞുകിടന്നിരുന്ന ക്ഷേത്രം പിന്നീട് ഇടുക്കി ഡാമിന്റെ വഴികാട്ടിയായ കരിവെള്ളയാൻ കൊലുമ്പന്റെ നേതൃത്വത്തിലുള്ള സമൂഹത്തിന്റെ ശ്രമഫലമായി പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു. തുടർന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്ത് വർഷങ്ങളായി മീനമാസത്തിൽ മീനഭരണി മഹോത്സവം വിപുലമായി സംഘടിപ്പിച്ചു വരുന്നു. വടക്കുംപുറത്ത് ഗുരുതി, കലശം, പ്രസാദഊട്ട് എന്നിവ മഹോത്സവത്തിലെ പ്രധാന ആചാരങ്ങളാണ്. മീനമാസത്തിലെ ഭരണിനാളിൽ നടക്കുന്ന പൊങ്കാലയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സ്ത്രീകൾ ദേവിക്ക് നിവേദ്യമർപ്പിക്കാൻ എത്തുന്നു. മാർച്ച് 20, 21, 22 തീയതികളിലായി ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ കലാപരിപാടികളും ഉൾപ്പെടുത്തി മഹോത്സവം നടക്കുന്നത്. 20 രാവിലെ 5 മണിക്ക് മേൽശാന്തി വിമൽകുമാർ ശാന്തിയുടെ നേതൃത്വത്തിൽ പള്ളിയുണർത്തൽ ചടങ്ങുകളോടെ മഹോത്സവത്തിന് തുടക്കമായത്.
തുടർന്ന് ഉഷപൂജ വഴിപാടുകൾ, തിരുനടയിൽ പറവെപ്പ്, അന്നദാനം, അത്താഴപൂജ എന്നിവ നടന്നു. 21 രാവിലെ 5 മണിക്ക് പള്ളിയുണർത്തലോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾക്കൊപ്പം സ്വരലയ മേമൂട്ടം അവതരിപ്പിക്കുന്ന ഭക്തിഗാന സന്ധ്യ, കുട്ടികളുടെ കലാപരിപാടികൾ, കൊലുമ്പൻ കോളനി നിവാസികളുടെ നേതൃത്വത്തിൽ പെൺമണി കലാസംഘം അവതരിപ്പിക്കുന്ന നാടൻ കലാരൂപങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും. 22 രാവിലെ 11:30 പൊങ്കാല സമർപ്പണം, അഭിഷേക പൂജ, തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാപ്രസാദവൂട്ട് എന്നിവ നടക്കും. വൈകിട്ട് 6 മണിക്ക് താലപ്പൊലി ഘോഷയാത്രയും 7 മണിക്ക് വിശേഷ ദീപാരാധനയും അത്താഴപൂജയും നടക്കും. തുടർന്ന് വടക്കുംപുറത്ത് വലിയ ഗുരുതി നടക്കും. രാത്രി 9 മണിക്ക് ഐഡിയ സ്റ്റാർ സിംഗേഴ്സ് ഫെയിം അഭിലാഷ് ചങ്ങനാശ്ശേരി നയിക്കുന്ന ഗാനമേളയും അരങ്ങേറും. വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ദേവീക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം ഈ വർഷത്തെ വളരെ സമുചിതമായി ആഘോഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ദേവീക്ഷേത്രം. ആദിവാസി സമൂഹം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഒരു ചൈതന്യം ഉൾക്കൊള്ളുന്ന ദേവീക്ഷേത്രത്തിൽ ഈ മുനിയറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കാലപ്പഴക്കം ചെന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു ദൈവ നിശ്ചയത്തോടു കൂടിയാണ് ഈ ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. മഹോത്സവവുമായി ബന്ധപ്പെട്ട അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് PN സതീശൻ, ക്ഷേത്ര പ്രസിഡന്റ് TA ആനന്ദകുമാർ, സെക്രട്ടറി അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് PK ജയൻ എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് ചെറിയ പെരുന്നാൾ. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അനധികൃത നിർമ്മാണം നടത്തുന്നത് വില്ലേജിന്റെയും പഞ്ചായത്തിന്റെയും നിർത്തിവെക്കൽ ഉത്തരവ് മറികടന്ന്. വിലയിടിവിൽ നട്ടം തിരിഞ്ഞ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. നിലവിൽ 20-നും താഴെയാണ് പലയിടങ്ങളിലും ഏത്തക്കയ്ക്ക് ലഭിക്കുന്ന വിപണി വില. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.